ഈ പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളുടെ മകൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ കുറേ പേരൊക്കെ അതിൻ്റെ കമൻറ്റിലും കുറേ പേരൊക്കെ വ്യക്തിപരമായും ലളിത വിവാഹത്തിൻ്റെ സംഗതികളെയൊക്കെ പറഞ്ഞൊരു എനിക്ക് കുറേ ഫോർവേഡുകളും അതും ഇതുമൊക്കെ അയക്കുകയുണ്ടായി. ഈ ലളിത വിവാഹത്തിൻ്റെ ഒരു പരിധിയിൽ വരുന്ന സംഗതികളല്ലാത്ത രീതിയിൽ അതിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടോ അതും ഇതുമൊക്കെ പറയുന്നത്, അതൊന്നും പറയുന്നത് ഈ ലളിത ജീവിതം നയിക്കുന്നവരൊന്നും അങ്ങനെയൊന്നും ഉള്ളവരല്ല. അവരവരുടെ കാര്യങ്ങളിൽ അവരവർക്ക് എല്ലാ ആഗ്രഹങ്ങളും എല്ലാ വലിപ്പവും ഉള്ളതിനോട് കൂടി തന്നെ എന്നാലിപ്പോൾ ഇതിനകത്തൊന്ന് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഒരു താല്പര്യപൂർവ്വം രംഗത്തിറങ്ങിയിരിക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പോൾ അതിൽ ഈ ലളിത വിവാഹത്തെക്കുറിച്ച് പറഞ്ഞ ചില പഴയ പോസ്റ്റുകളും ഒക്കെ ഇട്ടാണ് ഇത് എഴുതുന്നത്. അപ്പോൾ ഈ യഥാർത്ഥത്തിൽ എന്താണ് ഈ ലളിത വിവാഹം എന്ന് പറയുന്നതിനെ നമ്മളൊന്ന് നിർവചിക്കേണ്ടത് ആവശ്യമാണ്. ഈ ലളിത വിവാഹം എന്ന് പറയുന്നത് എൻ്റെ ഒരു മനസ്സിലാക്കൽ എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ എനിക്ക് ഒരു 10,000 ആളുകളുമായി ബന്ധമുണ്ട്. എനിക്കൊരു വിവാഹത്തിന് ക്ഷണിക്കാൻ കഴിയുന്ന 10,000 ആളുകളുമായി ബന്ധമുണ്ട്. അതിൻ്റെ ഒരു 10% ആളുകളെ വിളിച്ച് ഞാൻ എൻ്റെ മകളുടെ വിവാഹം നടത്തുന്നു. 500 പേരെ, അല്ലെങ്കിൽ 5,000 പേരുമായി ബന്ധമുണ്ടെങ്കിൽ 500 പേരെ, അല്ലെങ്കിൽ 2,500 പേരുമായിട്ടാണെങ്കിൽ 200 പേരെ, അങ്ങനെ കുറച്ച് പേരെ വിളിച്ച് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന് കരുതുന്ന കുറച്ച് ആളുകളെ വിളിച്ചിട്ട് വിവാഹം നടത്തുന്നു എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളിനെ മാത്രം നമ്മൾ ക്ഷണിച്ച് നടത്തുന്നു. അതൊന്ന് ആ റെപ്രസെൻറ്റേറ്റീവ് സാമ്പിളിലേക്ക് അതിനെ ചുരുക്കുന്നത് ലളിത വിവാഹത്തിൻ്റെ ഒരു പാരാമീറ്ററാണ്. രണ്ടാമത്തെ ഈ ലളിത വിവാഹത്തിൻ്റെ പാരാമീറ്റർ എന്തുവാന്ന് വെച്ചാൽ, അനാവശ്യമായ ആഡംബരങ്ങൾ നിറയ്ക്കുന്ന ഒരു ചില സംവിധാനങ്ങളുണ്ട്. ചില വീടുകളിലൊക്കെ ചിലയിടത്തൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ഭയങ്കരമായ ഒരുപാട് തരത്തിലുള്ള വെറൈറ്റി സംഗതികൾ, അതിൻ്റെ വാരി എറിയലുകൾ, ചോക്ലേറ്റ് മഴ പെയ്യിക്കലുകൾ, അത്തരം ചില സംഗതികളൊക്കെ ആയിട്ട് നമ്മളിലെ സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഇങ്ങനെ ഞെട്ടിത്തരിച്ച് നിൽക്കുന്ന ഒരു സാധനമുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ വന്നു പോകുന്ന ആളുകളുടെ പെർ ഹെഡിൽ ചിലവഴിക്കുന്ന തുകയുടെ കണക്കെടുത്ത് നോക്കിയാൽ ഒരു ഭീകരമായ തുകയായിരിക്കും. 2. മൂന്നാമത്തെ സംഗതി എന്താണെന്ന് ചോദിച്ചാൽ, അവിടുത്തെ പ്രകടനപരതയിൽ അതിനകത്ത് പൂത്തിരി കത്തിക്കുക, അതിനകത്ത് മറ്റു പല സംഗതികൾ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്ത് ചെറുക്കൻ വന്ന് കുതിരപ്പുറത്തിറങ്ങി 150 കാറിൻ്റെ അകമ്പടിയോടുകൂടി തുറന്ന ജീപ്പിൽ ചാടിമറിഞ്ഞ് ഒക്കെ വരുന്ന അഹങ്കാരത്തിൻ്റെയും അതുപോലെ തന്നെ ഈ ആഡംബരത്തിൻ്റെയും ഒക്കെ നിരവധിയായ വിവാഹങ്ങളുടെ ശൈലികളുണ്ട്. എന്നാൽ ഞാനീ പങ്കെടുത്ത കല്യാണത്തിൽ ഈ പറയുന്ന സംഗതികളൊന്നും ഉണ്ടായിരുന്നില്ല. അതിലെ ഞാൻ ആദ്യം പറഞ്ഞ പാരാമീറ്റർ ഉണ്ടല്ലോ, അതായത് 10,000 പേര് പങ്കെടുത്തു എന്ന് പറയുന്നത് ആ കുടുംബത്തിൻ്റെ പശ്ചാത്തലവും അവരുടെ ഓരോരുത്തരുടെയും ബന്ധമായിട്ട് ബന്ധപ്പെട്ട് നോക്കുമ്പോൾ 100 കണക്കിന് പള്ളികളുടെ കാളിമാരാണ്. ആ പള്ളികളുമായി ബന്ധപ്പെട്ടവർ, രാഷ്ട്രീയമായി ബന്ധപ്പെട്ടവർ, സാമൂഹികമായി ബന്ധപ്പെട്ടവർ, ദൈനംദിനം അവരുടെ കുടുംബങ്ങളുമായി കടപ്പാടുള്ളവർ, ഇങ്ങനെയുള്ളവരുടെ എണ്ണം എടുത്താൽ ഒരു 1,00,000 പേരെ വിളിക്കാനുള്ള ആക്സസ് ഉണ്ട്. അല്ലെങ്കിൽ 1,00,000 പേരെയെങ്കിലും വിളിച്ചാണ് ആ കല്യാണം നടത്തേണ്ടത്. നമ്മളിപ്പോൾ UP-യിലും മധ്യപ്രദേശിലും ഒക്കെ ചിലരുടെ കല്യാണത്തിന് വേണ്ടി ചില ഒരുക്കങ്ങൾ നടത്തുന്നത് പോലെ വളരെ അതിവിശാലമായ പിന്നെ എന്താ പറയുന്നത്, കോഴിക്കോട്ടെ കടൽ തീരം മുഴുവൻ എടുത്ത് അവിടെ ഇത് മുഴുവൻ അണിനിരത്തി എല്ലാ ആളുകളെയും വിളിച്ചു കൂട്ടി അങ്ങനെ ചെയ്യേണ്ട ഒരു സംഗതിയാണ്. അതിലവർ 10,000 പേരെ വിളിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ കോണ്ടാക്ട്സിലെയും ബന്ധത്തിലെയും 10% ആളുകളേ ഉള്ളത്, വെറും 10% ആളുകൾ. പിന്നെ ബാക്കിയുള്ള കുറേ മനുഷ്യർ ഈ കുടുംബവുമായി വൈകാരികമായ ബന്ധമുള്ളതുകൊണ്ട് ഇപ്പോൾ പള്ളിയിലെ കാളിയാവുമ്പോൾ പള്ളിയിലെ കാളി അറിയിപ്പ് കൊടുക്കുമ്പോൾ പള്ളി കമ്മിറ്റിക്കാരെല്ലാവരും ചിലപ്പോൾ നമസ്കരിക്കുന്നവരെല്ലാവരും ഇത്രയേ ആളുകളെ ഒറ്റയ്ക്ക് അവർ ഫോൺ ചെയ്ത് വിളിച്ചൊന്നും ആവണമെന്നില്ല. പൊതുബാധ്യതയുടെ പേരിൽ, സ്നേഹത്തിൻ്റെ പേരിൽ, സൗഹൃദത്തിൻ്റെ പേരിലൊക്കെ വരുന്ന ഒരു ഒഴുക്കാണ് അത്. തീർച്ചയായും അവരുടെ ഒരു മൊത്തം സംഖ്യയല്ല, അതിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് സാമ്പിൾ മാത്രമാണ് ഒന്നത്. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ ഭക്ഷണമോ ബാക്കിയുള്ള സംഗതികളോ നോക്കിയാൽ വന്നവർക്ക് ആഹാരം കൊടുത്തു എന്നുള്ളതല്ലാതെ സവിശേഷമായ എന്തെങ്കിലും വെറൈറ്റി സംഗതികളൊന്നും അവരൊരുക്കിയിരുന്നുമില്ല. അങ്ങനെയൊന്നും അല്ലല്ലോ ഇന്നത്തെ വിവാഹത്തിൻ്റെ ഒരുക്കലെന്ന് പറയുന്നത്. അതായത് 5,000 ആളിനെ സംഘടിപ്പിക്കുന്ന കല്യാണങ്ങളാണ് സാധാരണ നാട്ടുംപുറത്ത് ഒരു സാമൂഹ്യ ബന്ധവും ഒരു പശ്ചാത്തലവും ഇല്ലാത്ത സാധാരണക്കാർ പോലും നടത്തുന്നത്. അപ്പോൾ ഇത്രയും ബന്ധവും സൗഹൃദവും ഈ പറയുന്ന 3, 4, 5 പേർ, അതിനപ്പുറത്തെ ഒരു തലമുറ ഒക്കെ നീണ്ടു കിടക്കുന്ന ഒരു ബന്ധത്തിൻ്റെ ഭാഗമായുള്ള ആ മനുഷ്യർ, അത്രയും ആളുകൾ അവിടെ വരുമ്പോൾ അവർക്ക് സാമാന്യം വളരെ ലളിതമായ ഭക്ഷണം മാത്രമേ നൽകിയുള്ളൂ. എന്താ അവിടുത്തെ കുറച്ച് നെയ്ച്ചോറ്, ഇറച്ചിക്കറി, വെള്ളം, ഇതാണ് ഞാൻ കണ്ടത്. അതുമാത്രം കഴിച്ചുകൊണ്ടാണ് എല്ലാവരും പോയത്.
അപ്പോൾ അതിലെന്താ വരുന്നവർക്ക് ഭക്ഷണം കൊടുത്തു, അത്ര ആളുകൾക്ക് കൊടുത്താൽ അതിലെന്താ ലാളിത്യമില്ലായ്മ? അതിന് പകരം ചൈനീസ്, ജപ്പാനീസ്, സ്വിറ്റ്സർലൻഡ് ഫുഡ് ഒന്നുമുള്ള സംഗതിയില്ലായിരുന്നു. അവിടെ വരുന്നു, ആഹാരം കഴിക്കുന്നു, ഇവരെ കാണുന്നു, പോകുന്നു. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ആ ഓഡിറ്റോറിയത്തിനകത്ത് എന്തെങ്കിലും സവിശേഷമായ തട്ടുപാട്ടോ കിസ്സുപാട്ടോ അല്ലെങ്കിൽ കുതിരപ്പുറത്ത് ചെറുക്കം വന്നിറങ്ങലോ ഒന്നും ഞാൻ കണ്ടില്ല. അവിടെ എല്ലാം കുറേ സാധാരണക്കാരായ മനുഷ്യരിയ്ക്കുന്നു, കാണുന്നു, പോകുന്നു എന്നൊക്കെ ഉള്ളൂ. അപ്പോൾ ചുരുക്കത്തിൽ അതിന് ലാളിത്യത്തിനപ്പുറത്ത് എന്ത് ഭാവമാണുള്ളതെന്ന് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല. പക്ഷേ കിട്ടിയ വാക്കുപയോഗിച്ച് ലാളിത്യത്തെ അളർന്ന് അങ്ങ് തിട്ടപ്പെടുത്തി റെഡിയാക്കി എന്തൊക്കെയോ സംഗതികളാണ്. ഇനിയിപ്പോൾ തിരിച്ചവർ ചെയ്തു എന്നിരിക്കട്ടെ, അവരെ കുടുംബത്തിലെ 10 പേർ മാത്രം ചേർന്ന് നിക്കാഹ് നടത്തി ചെയ്തു കഴിഞ്ഞാൽ ഉടനെ വാദം തിരിച്ചു വരും. ഇത്രയും ആളുകളുമായി ബന്ധമുള്ള ആളുകളൊരാവശ്യം വന്നപ്പോൾ ഈ സമൂഹത്തിൽ ആരെയും അറിയിക്കാതെ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞൊരു സംഗതി വരും. ഇനി വരുന്നവർക്കെല്ലാം വെറും വെള്ളവും ഒരു ലഡുവുമേ കൊടുത്തോളെങ്കിൽ പറയും, മര്യാദയ്ക്കൊരു ഭക്ഷണം പോലും കൊടുക്കാതെ എന്ന് പറയുന്നൊരു സ്ഥിതിവിശേഷം വരും. അപ്പം അതുകൊണ്ട് അങ്ങ് ലാളിത്യത്തെ നിർവചിച്ച് ഇല്ല, നമ്മൾ മരണവീട് പോലെ കോവിഡ് കല്യാണത്തെ പോലെ മനുഷ്യൻ്റെ ബന്ധങ്ങളെയും വിവാഹങ്ങളെയും ഒന്നും ആക്കണമെന്നില്ല. നമ്മുടെ ആകെയുള്ള സൗഹൃദങ്ങളെയും ബന്ധങ്ങളെയും സ്കെയിൽ ഡൗൺ ചെയ്ത് വിളിക്കുക, അത്യാവശ്യമുള്ളവരിൽ ഒതുക്കി നിർത്തുക. എന്നിട്ട് എന്ത് വേണം? അവർക്ക് മിനിമം ഭക്ഷണം നൽകുക, മിനിമം സംവിധാനങ്ങൾ ഉണ്ടാക്കുക, വലിയ ബുദ്ധിമുട്ടുണ്ടാകാതെ വളരെ വേഗത്തിൽ അവർ പോവുക. അവരെ കയ്യിൽ നിന്നും എന്തെങ്കിലും സവിശേഷമായി തെക്കൻ കേരളത്തിലൊക്കെ നടക്കുന്നത് പോലെ മേശയിട്ടെഴുത്തോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ഒന്നും ചെയ്യാതെ പിരിച്ചുവിടുക എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കത് ലളിത വിവാഹമായി തന്നെയാണ് തോന്നിയത്. ആൾക്കൂട്ടം ആ ലളിതമാകുന്നതിനെ ആഡംബരമാക്കി മാറ്റുന്നില്ല.